ഉണ്ടല്ലോ നമ്മുടെ മഞ്ഞുകാലമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും വസന്തകാലം അല്ല മറ്റേ തണുപ്പ് കാലം. അപ്പം എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. എന്തായാലും നമ്മുടെ ഇന്ത്യൻ ഡെപ്റ്റോട്ടെ കാണുക. ഇടാ മോനെ ഈ മഞ്ഞാണ് ഇത് ഇതിനകത്തൊക്കെ എങ്ങനെ ഏറ്റിയ ജാക്ക് നിന്നോട് ഞാൻ പറഞ്ഞു തരാറുണ്ട് വാതിൽ തുറന്നിടണം. എടാ ജാക്ക് നിനക്ക് ഞാൻ കോപ്പുണ്ടാക്കുന്നത്. പക്ഷേ എടാ ഇവിടെ ഒന്നും തുറക്കണില്ല. ഇവിടുത്തെ സാധനം മാത്രം തുറക്കണുണ്ട്. ഷട്ടറാണ് ഞാൻ എന്തായാലും തുറക്കണുണ്ടല്ലോ ഭാഗ്യം. ഈ ഫിലിച്ചിന് നല്ല പണി കൊടുക്കേണ്ട സമയമായിട്ടാണ് കേട്ടോ. നീ എന്നോട്ടാണോ പോണേ? എടാ ഞാൻ എന്നോട്ടെങ്കിലും പോട്ടെ, നീ എൻ്റെ പുറകെ നടക്കാണ്ട് പോകും അല്ലേ? പിന്നെ എൻ്റെ അടുത്ത കളി. ഇപ്പം എന്തായാലും നോക്കി വെൻ്റർ സീസണായിട്ട് വന്നേക്കണം എന്തായാലും. ഇപ്പം എന്തായാലും നോക്കി എന്നാ മഞ്ഞാന്ന്. എൻ്റെ അമ്മോ അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അത് ഐറ്റിഎം മൂടിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ അമ്മ നമ്മൾ ടോണിരിക്കുന്ന വഴിക്കാൻ ഏറ്റവും അടിയിൽ. എന്നാ പണിയാന്ന് അറിഞ്ഞൂടാ. നോക്കിക്കേ ഐറ്റിഎം മൂടിൻ്റെ അകത്ത് ഇത്ര ഉണ്ടാവുന്ന നോക്കി. ടോമി എന്താ ജാക്കണ്ണ എന്നാ കോപ്പുണ്ടാക്കാനാ ഇത്രയും മഞ്ഞിൻ്റെ അടി? എനിക്കടി പനി പിടിച്ചു. അതിനാണ് നീ ആക്കണ്ട. എന്തായാലും എൻ്റെ പുറകെ വാ, എനിക്കാണെങ്കിൽ എൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ടാ. ഇപ്പം എന്തായാലും നമ്മുടെ റൂമൊന്നും തുറക്കണില്ല, സ്റ്റക്കായി കിടക്കോട്ടെ. എന്തായാലും ഇപ്പം എങ്ങനെയാണ് കയറിയെന്ന് അറിഞ്ഞൂടാ. നമ്മൾ തൂമ്പയെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുഴക്കുന്നതെന്നെല്ലാം തോന്നുന്നു. നല്ല മഞ്ഞ്. കാർട്ടൂണിൻ്റെ അകത്തുള്ള ഐഡിയയുടെ അത്ര മഞ്ഞൊന്നും ഇല്ല കേട്ടോ. എന്നാ വലിയ മഞ്ഞാന്ന് പറഞ്ഞൂടാ. അവിടെയാണെങ്കിൽ എനിക്ക് ആ കൊച്ചു പെണ്ണിൻ്റെ ആണെങ്കിൽ വീട് വരെ തുറക്കാം. നല്ല മഞ്ഞ. അവിടെ മഞ്ഞൊക്കെ വീണിട്ടുണ്ടെന്ന് പറയണ കേട്ടോ. അതേ ഒരു സ്ഥലം, ഒരു മലപ്രദേശം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വേറെ സ്ഥലം. എന്നാ സ്ഥലമെന്ന് പറഞ്ഞൂടാ. നോക്കിയൊക്കെ ഗൈസ്. ഞാനറിഞ്ഞോട് ഇന്നലെ രാത്രി നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു. ഇതെങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറിയ വാതിൽ മുഴുവൻ അടച്ചിട്ടേക്കില്ലായിരുന്നു. പിന്നെ അങ്ങനെ അന്നത്തെ രാവിലെ എഴുതിയപ്പോൾ ചെറുതായിട്ട് മഞ്ഞ് കയറിയോണ്ടെന്നാണ് എനിക്ക് പറഞ്ഞ അലാറം വെച്ചിട്ട്. എന്നിട്ട് അവൻ പറഞ്ഞപ്പോൾ ആണെങ്കിൽ മഞ്ഞ് ചെറുതായിട്ട് ഇങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഡോറാണെങ്കിൽ എനിക്ക് തുറന്നിട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ ചെക്കനാണെങ്കിൽ ഈ ഡോർ എങ്ങനെ അടച്ചു. എന്നാ പണിയെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമുക്കൊരു സ്ഥലം പോകണം. ആ കൊട്ടാരത്തിലേക്കാട്ടോ എന്തായാലും പോകണേ. ഞാൻ പോകട്ടെ എന്തായാലും. എടാ ഫിലിക്സേ നിനക്ക് എന്നാവോപ്പുണ്ടാക്കാൻ നടക്കാൻ കഴിഞ്ഞു? എൻ്റെ പൊന്നു ജാക്കെ കുറ്റം പറയണേ, എനിക്ക് ഒന്നാമത് ഇഷ്ടമല്ല. നിനക്ക് എന്താടാ എന്നെ ഇത്ര വേടി? എന്നാലും ഞാൻ ഇനി ഇവിടെ പുറത്താക്കൂട്ടോ. അയ്യോ വേണ്ട. ഇവിടെ നിന്ന് റോഡ് കാണാൻ പോലും പറ്റുന്നില്ലേ എൻ്റെ അമ്മ. എൻ്റെ അമ്മയെ ഞാൻ പറയണില്ല കൂളൂർന്ന്. അപ്പം എന്തായാലും കുറച്ച് നേരത്തേക്ക് കാത്തിരിക്കണമെന്ന് തോന്നുന്നു. എത്ര നേരം കാത്തിരിക്കേണ്ടി വരും? കാണാൻ പോലും പറ്റില്ല. അതായത് പണി കിട്ടി എനിക്ക്, നല്ല മുട്ടൻ പണി കിട്ടി. ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. റോഡ് പോലും അറിയില്ല ഏതാന്ന്. അപ്പം എന്തായാലും നമ്മുടെ ട്രെയിൻ സ്ഥലമൊക്കെ പോകട്ടെ. എൻ്റെ അമ്മ കണ്ണ് കാണാൻ പറ്റിയില്ല. എടാ ജാക്കി നിനക്ക് എന്നെ പൊട്ടരാണോ? എൻ്റെ പൊന്നയുടെ വണ്ടി കഴുകിയില്ല, ചില്ല മുഴുവൻ ചെളിയ എന്നിട്ടാ. അപ്പം നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഇവിടെ ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലമാണെങ്കിൽ നല്ല സെറ്റപ്പ് സ്ഥലമാണെന്നൊക്കെ പറയണ കേട്ടോ. അപ്പം എന്തായാലും നല്ല സ്ഥലമൊക്കെ തന്നെയാണ്. അപ്പം ആണെങ്കിൽ ഇത് ഒരുപാട് നിലയാണ് കേട്ടോ. ഒന്നാം നില, രണ്ടാം നില, മൂന്നാം നില, നാലാം നില വരെ ഉണ്ട്. നല്ല പണിയാണ്. ടോമി ഇപ്പം അവിടെ ഉണ്ടായിരിക്കും. എന്തായാലും നോക്കാം. അപ്പം എന്തായാലും നമ്മളൊരാൾ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ സാധനം എൻ്റെ അകത്ത് സെറ്റായി ഇരിപ്പുണ്ടോ? അതെ, നിങ്ങൾക്ക് എന്താ വേണമെന്ന് പറയൂ സാർ. ഞങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി പോകണം നോക്കണോ ഫീൽസേ? എന്താണെന്നോ തോന്നുന്നു. ഇപ്പം എന്തായാലും ഇത് കൊള്ളാട്ട്. ഇവിടെ സ്റ്റെപ്പൊക്കെ കൊള്ളാം. ഇപ്പം എന്തായാലും നല്ല സ്ഥലമൊക്കെ തന്നെയാണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ നോക്ക്, ചില്ലൊക്കെ മൂടി വെച്ചേക്കണ സ്ഥലമൊക്കെയാണ്. ഇപ്പം എന്തായാലും ചില്ല കാണാൻ പറ്റും. ഇവിടെ മുഴുവൻ ചില്ല കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ മറ്റേ കാർ ഷോറൂമിൻ്റെ അത്രയും വലിയ ചില്ലുണ്ട്. അപ്പം എന്തായാലും എനിക്ക് കൊള്ളാം ഈ സ്ഥലം. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എന്തായാലും ഇവിടെ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ് ചുമയ്ക്ക് വരെ ആയില്ലോ. അപ്പോൾ എന്തായാലും ഇത് കൊള്ളാട്ടെ. ഇവിടെ വാതിലൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ എന്തായാലും ഇല്ലോടെ കാണാനൊക്കെ പറ്റും. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫിലിക്സൊക്കെ അവിടെ നോക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ആണെങ്കിൽ ഈ ഐറ്റിഎം മൂമിൻ്റെ അകത്ത് ഇത്ര ഉണ്ടാകുന്നറിയില്ല ഗൈസ്. നമ്മൾ ഈ നീക്കണ സാധനമില്ല, ഈ റെഡ് കളറിലുള്ള ഒരു സ്ഥലം മാപ്പിൻ്റെ ഏറ്റവും ഇച്ചിരി താഴത്തെ അതിൻ്റെ അകത്താണെങ്കിൽ നെക്കിയിട്ടാണെങ്കിൽ ഉണ്ടല്ലോ ഈ മറ്റേ പ്ലൂമിൻ്റെ അകത്താണെങ്കിൽ എനിക്ക് ചില സാധനങ്ങളൊക്കെ ആണെങ്കിൽ കോപ്പി ചെയ്യണം, എന്നാലേ ആവുള്ളൂ എന്ന് തോന്നുന്നു. ഞാനങ്ങനെയൊക്കെ ചെയ്തേ. അപ്പോൾ എന്തായാലും ഞാൻ ഫ്രീ ഫയറിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. ഞാൻ ഈ 3 ഗെയിമും കയറ്റിയിട്ടില്ല കേട്ടോ. ഒന്ന് ഐറ്റിഎം പ്ലൂമും പിന്നെയാണെങ്കിൽ ഇന്ത്യൻ ഡെപ്റ്റോട്ടയും കയറിയിട്ട്.
എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ വേറൊരു ഫോണിൽ കളിക്കണം. എനിക്ക് രണ്ടാമത്തെ ഒരു ഫോണും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ചാനലും തുടങ്ങണം. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് ഇച്ചിരി വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയണത്. ഇടയ്ക്കിടയ്ക്ക് ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫാവും. അങ്ങനെ കഴിഞ്ഞു. അതാണെങ്കിൽ ഓപ്പോ കേട്ടോ. ഓപ്പോയ്ക്ക് അങ്ങനെയാണ്. ഇതാണ് ഈ പോക്കോയുടെ ആട്ടോ. എന്തായാലും ഞാനാണെങ്കിൽ MRO 5Gയുടെ എടുക്കണം. അപ്പോൾ എന്തായാലും എനിക്ക് മറ്റേ നെറ്റ് 5Gയിലൊക്കെ ഇട്ടേക്കണം ഞാൻ എന്തായാലും. അപ്പോൾ എന്തായാലും കുറേ എടുക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഞാൻ നെറ്റ് ഓഫാക്കിയിട്ട് കളിക്കണം. ഫ്രീ ഫയറിനകത്ത് നെറ്റൊക്കെ വേണമായിരിക്കും. അപ്പോൾ എന്തായാലും നെറ്റില്ലാണ്ട് കളിക്കാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് നെറ്റ് നോക്കുകയാണ്. ഇതിൻ്റെ അകത്ത് റൊണാൾഡോ ചേട്ടനുണ്ടെന്ന്, നമ്മുടെ മെസ്സി ചേട്ടനുണ്ട്, നമ്മുടെ ബ്രസീൽ ചേട്ടനുണ്ട്. ഇവന്മാരൊക്കെ ഫുട്ബോൾ കളിമാരാട്ടോ. ഇപ്പോൾ എന്തായാലും സ്പെയിൻ ജയിച്ചായിരുന്നു. മെസ്സി അണ്ണയത്തിനുണ്ടല്ലോ ചെരുപ്പൊക്കെ എറിഞ്ഞ് മെസ്സിയുടെ കാലൊക്കെ മുറിഞ്ഞു എന്നറിയില്ലേ. ഇതെന്തായാലും ചെറിയ പ്രതിമയാട്ടോ. ഇത് നമ്മൾ വാങ്ങിക്കാൻ വന്നാൽ ചുമ്മാ നോക്കാൻ വേണ്ടി വന്നാൽ. അപ്പോൾ ഇതിനൊക്കെ എത്ര രൂപയെന്ന് അറിഞ്ഞൂടാ. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടില്ല. ആ പുള്ളിയോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ആ പുള്ളി ഇവിടെ എന്തോ പുതിയതായിട്ട് വന്ന പ്ലൂമിൻ്റെ അകത്ത് വന്നതെന്ന് പറയണം കേട്ടോ. എങ്ങനെയോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും താഴത്തേക്ക് നമ്മുടെ സ്റ്റെപ്പാട്ടോ. ഇപ്പോൾ എന്തായാലും ഇവിടെ ഭയങ്കര ചില്ലൊക്കെയാണ്. അപ്പോൾ എന്തായാലും 1ാം നില 2ാം നിലയിൽ 3ാം നിലയിലാട്ടോ ഇപ്പം. അപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റെപ്പുണ്ട്, അപ്പുറേ സ്റ്റെപ്പുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും ആണെങ്കിൽ ലൈറ്റ് പ്ലൂമ് നിങ്ങൾ എന്തായാലും കയറ്റണം കേട്ടോ. ഇതത്തെ പൊളി സാധനങ്ങളൊക്കെ നൈറ്റ് മോഡിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നൈറ്റ് മോഡ് എടുത്തു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാട്ടോ. നിങ്ങൾ എന്നെ വായിക്കുന്നുണ്ടാവല്ലോ. ഇല്ല. അപ്പോൾ എന്തായാലും നമ്മളാണെങ്കിൽ ഒന്ന് പോവാട്ടോ. എന്തായാലും വണ്ടി ഇവിടെ നിറഞ്ഞോട്ടോ. എന്തായാലും മഞ്ഞ് കാരണം ഒന്നും കാണാനും പറ്റില്ല. ഇവിടെ ഭയങ്കര മഞ്ഞ് വീണൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയണേ. ഈ പൊട്ടന് ഞാൻ പണി കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ പണി കൊടുക്കും. വീട്ടിൽ ചെല്ലട്ടെ. ഒരു ദിവസം ഞാൻ കൊടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലെത്തണ വരെ കാത്തിരിക്കണം. എന്നാ സ്ഥലമാണ്. അപ്പം എന്തായാലും വീടെത്തണ വരെ കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീട് എവിടെയാണെന്ന് അറിഞ്ഞോട്ടോ. എന്തായാലും അപ്പോൾ എന്തായാലും എത്തണ വരെ കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും 10 മണിക്കൂർ 10 മതിയാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആണെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ എന്തായാലും നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുളത്തിൻ്റെ അടുത്തോടൊക്കെ പോകാം. മഞ്ഞ് വീണുകൊണ്ടാണെങ്കിൽ ഇവിടെ പാലം പോലെ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ടോമി ഇവിടെ അല്ല കേട്ടോ. ഇവനിവിടെ അല്ല. എനിക്ക് കണ്ണുകാരൻ ഒന്നും കാണാൻ പറ്റില്ല. അവന് ഇവിടെങ്ങാനും വന്ന് കടന്നോന്ന് ഓർത്തു. അപ്പോൾ എന്തായാലും ഭയങ്കര മഞ്ഞാട്ടോ. ഈ ചെക്കനോട് ഞാൻ പറഞ്ഞായിരുന്നു വാലും നടക്കേണ്ടത്. ഇനി അങ്ങനെ കിടന്നുറങ്ങും. ആ സോഫയിലെങ്ങാനും കിടന്നുറങ്ങേണ്ടി വരും. തെല്ലിനകത്തെങ്ങാനും ഈ മഞ്ഞ് പറയണം, എന്നാലേ അല്ലേ ആവുള്ളൂ. പറയണ്ട കേട്ടോ എന്തായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഫിലിപ്സിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു കിട്ടും. അപ്പോൾ എന്തായാലും ടോമി സെറ്റപ്പ് ഉണ്ടോ? ഇപ്പോഴാണ് നന്നായിട്ട് എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ പുതപ്പം പോയിച്ച് കിടന്നുറങ്ങായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മളാണെങ്കിൽ ഇവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും കേട്ടോ. അണ്ണാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താടാ? എനിക്കാണെങ്കിൽ ഒരു അബദ്ധം പറ്റി. എന്നാ അബദ്ധം? ഞാനുണ്ടല്ലോ TV-യിലൊന്ന് നക്കി. റിമോട്ടെ അറിയാണ്ട് പറ്റിയത് ജാക്കണ്ണ. എന്നോട് ക്ഷമിക്കണം. സാരമില്ല, ഞാൻ പിന്നെ ക്ഷമിച്ചോളാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ എനിക്കും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബും കമൻറ്റും പിന്നെ മറ്റേ ബെല്ലേക്കിലും തൊടണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. ഗൈസ് ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഞാൻ ലൈവ് ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും 50 സബ്സ്ക്രൈബേഴ്സ് ആയാലും എനിക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ലൈവ് ഇടാം. ഒരു പുതിയ ഗെയിമിൻ്റെ ലൈവ് ഇടാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.